ചോർന്നൊലിക്കുന്ന കാടുപിടിച്ച സ്കൂൾ കെട്ടിടങ്ങൾ, പാമ്പും ഇഴജന്തുക്കളും, ഓണത്തിന് പോലും കിട്ടാത്ത പാഠപുസ്തകങ്ങൾ, റോഡിലൂടെ കറങ്ങി നടക്കുന്ന ചോദ്യപേപ്പർ, ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു ഫോട്ടോ എടുത്തു പോകുന്ന മന്ത്രിമാർ. ഇതായിരുന്നു 2016 മുൻപുള്ള കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ. ഒരു വശത്ത് 4000 സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് എന്നേക്കുമായി അടച്ചുപൂട്ടാൻ UDF സർക്കാർ തീരുമാനിച്ചു. മറുവശത്ത് പാഠപുസ്തക വിതരണത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും പിന്നിലായി. 2013-14 DISE റിപ്പോർട്ട് പ്രകാരം 70.72% സ്കൂളുകളിലും സമയത്തിന് പുസ്തകങ്ങൾ എത്തിയില്ല. ഈ ദുരവസ്ഥയ്ക്ക് ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ധനകാര്യ വകുപ്പിനെയും പ്രിന്റിംഗ് വകുപ്പിനെയും പഴിചാരി കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ വിഷയമല്ല എന്ന മട്ടിൽ കൈകഴുകി. അതൊക്കെ പഴയ കഥ. 2016 LDF സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറി. അടച്ചുപൂട്ടാൻ തീരുമാനിച്ച 4000 സ്കൂളുകളെ പുതിയ സർക്കാർ രക്ഷിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ സ്കൂൾ വികസനത്തിനായി 5000 കോടി രൂപയുടെ ചരിത്രപരമായ നിക്ഷേപം നടത്തി. സ്മാർട്ട് ക്ലാസ് മുറികൾ, പുതിയ പാഠ്യപദ്ധതി, മികച്ച അക്കാദമിക് അന്തരീക്ഷം, അധ്യാപകർക്ക് ആധുനിക പരിശീലനം എല്ലാം യാഥാർത്ഥ്യമായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതി നടത്തി. 2017-18 2.5 ലക്ഷം കുട്ടികൾക്ക് സൗജന്യമായി കൈത്തറി യൂണിഫോം നൽകിക്കൊണ്ടാണ് ഇത് ആരംഭിച്ചത്. കഴിഞ്ഞ 9 വർഷമായി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തിച്ചു. 2025 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് വിപ്ലവകരമായ മുന്നേറ്റം. ഒരു ജനതയെ ഒന്നായി മുന്നോട്ട് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ അക്ഷരാർത്ഥത്തിൽ ഉടച്ചുവാർക്കുകയായിരുന്നു. ഈ മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ ദശാബ്ദങ്ങളോളം ലോകമാതൃകയായി നിലകൊള്ളും.